പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലേ ആണ്, മദേഴ്സ് ഡേ. ഇതിൻ്റെ തീമിലേക്ക് വരുന്നതിന് മുമ്പ് ഓതറിനെ കുറിച്ച് രണ്ട് വാക്ക്. ജെ.ബി. പ്രീസ്ലി ഇംഗ്ലീഷ് എസ്സേയിസ്റ്റാണ്, നോവലിസ്റ്റാണ്, പ്ലേ റൈറ്റ്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ, തിരക്കഥകൾ, സോഷ്യൽ കമൻറ്റേറ്റർ, ഒരു സാമൂഹിക വിമർശകനാണ് അല്ലെങ്കിൽ വക്താവാണ്, മാൻ ഓഫ് ലെറ്റേഴ്സ്, സാഹിത്യകാരൻ, ലിറ്റററി മാൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു ബ്രോഡ്കാസ്റ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന ഒരു നോവലായിരുന്നു ഗുഡ് കമ്പനീസ് എന്നുള്ള ആ നോവലുകാരനാണ് പുള്ളിക്കാരൻ പ്രശസ്തനായത്. ദ പ്ലേ മദേഴ്സ് ഡേ, നമ്മുടെ മദേഴ്സ് ഡേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് ദ മദർ ഹു സ്റ്റേസ് അറ്റ് ഹോം ഹാസ് മോർ ലീഷർലി ലൈഫ് ദാൻ ദോസ് ഹു വർക്ക് ഔട്ട്സൈഡ് ദ ഹൗസ്. പൊതുവേ ഒരു ധാരണയുണ്ട്, വീട്ടിലിരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാരെല്ലാം ഇങ്ങനെയാണ്, പൊതുവെ ഒരു ലീഷർ ലൈഫ്, ഒരുപാട് ഒഴിവ് സമയമുള്ള വെറുതെ ഇരിക്കുന്ന പാർട്ടികളാണ് എന്നുള്ളൊരു വിചാരം ഈ പുറത്തു പോയി ജോലി എടുക്കുന്നവർക്കുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നാടകം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദിസ് പ്ലേ ഈസ് ഓൾസോ എ സോഷ്യൽ ക്രിറ്റിസിസം. ഹിയർ റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ പ്ലേ ഈസ് എ ഹ്യൂമറസ് പോർട്രയൽ ഓഫ് ദ പ്ലൈറ്റ് ഓഫ് എ മദർ ഇൻ ഹെർ ഓൺ ഫാമിലി. സോ ദിസ് ഈസ് ദ തീം ഓഫ് ദിസ് പ്ലേ. ദ പ്ലേ ഈസ് എ ഹ്യൂമറസ് പോർട്രയൽ ഓഫ് ദ പ്ലൈറ്റ്. പ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രഗിൾസ്, കഷ്ടപ്പാടുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊരു രസകരമായ രീതിയിൽ നർമ്മം ചാലിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ഇതിനെക്കുറിച്ച് അബൌട്ട് ദ പ്ലൈറ്റ് ഓഫ് എ മദർ ഇൻ ഹെർ ഫാമിലി. വി ക്യാൻ സീ ഹൗ ദ ഫാമിലി റിയാക്ട്സ് വെൻ ദ മദർ ട്രൈസ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർ റൈറ്റ്സ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വെൻ ദ മദർ ട്രൈസ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർ റൈറ്റ്സ്, തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരമ്മ നിലകൊള്ളുകയാണെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും. ഇൻ ഷോർട്ട്, this is a play in which the status of women in their household is shown. The housewife serves the members of a family with complete devotion, sincerity and love. നമുക്കറിയാം, എല്ലാ ഹൗസ് വൈഫ്സും ചെയ്യുന്നതാണ് അല്ലേ, ഫാമിലിയെ അത്യധികം സ്നേഹിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്നു. But they are not ready to pay any attention or regard to her even by a look of thankfulness. Nobody in the house is ready to consider her feelings. അല്ലേ, ആരും തന്നെ അതിന് ശ്രമിക്കുന്നില്ല. അവരുടെ വിചാരം എന്താണ്, ഈ അമ്മ ചെയ്യുന്നത്, വീട്ടമ്മ ചെയ്യുന്നതെല്ലാം അവരുടെ കടമയാണ്, തങ്ങൾക്ക് തിരിച്ച് യാതൊരു ബാധ്യതയുമില്ല എന്നുള്ള രീതിയിലാണ് പലരും പെരുമാറാറ്. അപ്പോൾ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കഥ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ പ്ലേ. മദേഴ്സ് ഡേ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്ന് നോക്കാം. പ്രധാന കഥാനായിക എന്ന് പറയുന്നത് മിസ്സിസ് ആനി പേഴ്സൺ. അവരാണ് മദർ അല്ലെങ്കിൽ ഹൗസ് വൈഫ്. അവരുടെ ഹസ്ബൻഡാണ് ജോർജ് പേഴ്സൺ. 2 മക്കളുണ്ട്, ഡോറിസ് പേഴ്സൺ, സിറിൽ പേഴ്സൺ. മിസ്സിസ് പേഴ്സൻ്റെ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്. ഇത്രയും പേരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇനി നമ്മുടെ സെറ്റിംഗ് നോക്കാം. എവിടെയാണ് ഈ നാടകം നടക്കുന്നത്? The action takes place in the living room of the Pearson's house in the London suburb. നടക്കുന്നത് ഒരു സ്വീകരണ മുറിയിലാണ്, പേഴ്സൻ്റെ വീട്ടിലെ സ്വീകരണ മുറി. വീടാണെങ്കിലോ ലണ്ടൻ സബർബ്. ലണ്ടൻ സബർബ് മീൻസ് ഒരു നഗരാതിർത്തിയിലുള്ള, നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു വീടാണ് അല്ലേ. വെൻ ദ കർട്ടൻ റൈസസ്, അങ്ങനെ കർട്ടൻ പോകുന്ന സമയത്ത്, ഇറ്റ്സ് ആൻ ആഫ്റ്റർനൂൺ ഇൻ ഏർലി ഓട്ടം, ശരത്കാലത്തുള്ള ഒരു ആഫ്റ്റർനൂണാണ് സമയം എന്ന് പറയുന്നത്. ശരത്കാലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു സെപ്റ്റംബർ ഡിസംബർ സീസൺ അല്ലേ. ആൻഡ് ദ സ്റ്റേജ് ഈസ് വെൽ ലിറ്റ്. സ്റ്റേജിൽ ധാരാളം പ്രകാശമുണ്ട്. മിസ്സിസ് പേഴ്സൺ ആൻഡ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ് ഈച്ച് അതർ അറ്റ് എ സ്മോൾ ടേബിൾ. ഇപ്പോൾ നമ്മുടെ കഥാനായികയും അതുപോലെ അയൽവാസിയായിട്ടുള്ള ഫിറ്റ്ജെറാൾഡും അവർ അങ്ങനെ സിറ്റിംഗ് ഓപ്പോസിറ്റ് ഈച്ച് അതർ, പരസ്പരം മുഖത്തോട് മുഖം ഇരിക്കുകയാണ്. അറ്റ് എ സ്മോൾ ടേബിൾ, ഒരു മേശക്കരികിൽ. On which are 2 teacups and saucers and the cards with which Mrs. Fitzgerald has been telling Mrs. Pearson's fortune. So on the table there were 2 teacups and saucers. That is, they have had their tea. അവരവരുടെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. And they are indulging in some conversation. Apart from cups and saucers, we can also see some cards. അല്ലേ, കുറച്ച് കാർഡുകളുണ്ട്. എന്ത് കാർഡാണ്? നമ്മുടെ റമി കാർഡാണോ? അല്ല, അതിൻ്റെ എന്ത് കാർഡാണ്? ദ കാർഡ്സ് വിത്ത് വിച്ച് മിസ് ഫിറ്റ്ജെറാൾഡ് ഹാസ് ബീൻ ടെല്ലിങ് മിസ്സസ് പിയേഴ്സൺസ് ഫോർച്യൂൺ. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അല്ലേ,
നമ്മുടെ അയൽവാസിയല്ല, പിയേഴ്സൻ്റെ അയൽവാസിയായിട്ടുള്ള ഫിറ്റ്സ്ജെറാൾഡിന് ഷി വാസ് ഏബിൾ ടു ടെൽ ദ ഫോർച്യൂൺ. ഭാവി പറയാനും ഈ കൈ നോക്കാനൊക്കെ വശമുള്ള ഒരാളാണ് അല്ലേ. ചീട്ട് എടുത്തിട്ട് ഭാവി പറയുന്നൊരു ഏർപ്പാട്, തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണ മാതിരി. ഇവിടെ തത്ത ഇല്ലെങ്കിലും ചീട്ട് മതി പുള്ളിക്കാരത്തേക്ക്. മിസ്സിസ് പേഴ്സൺ ഈസ് എ പ്ലസൻറ്റ് ബട്ട് വെറീഡ് ലുക്കിംഗ് വുമൺ ഇൻ ഹെർ 40s. നമ്മുടെ മിസ്സിസ് പേഴ്സൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റാവുന്ന ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. ഷീ ഈസ് എ പ്ലസൻറ്റ്, മുഖത്ത് ഒരു ശാന്ത സ്വഭാവമുണ്ട്, സന്തോഷവതിയാണ്. ബട്ട് വെറീഡ് ലുക്കിംഗ്, സന്തോഷമുണ്ടെങ്കിലും ഒരു ചെറിയൊരു ദുഃഖത്തിൻ്റെ നിഴൽ മുഖത്തുണ്ട്. വെറീഡ് ലുക്കിംഗ് ആണ്. അവരുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നത് ഷീ ഈസ് ഇൻ ഹെർ 40s. ഇതാണ് 40കളിലാണ് അല്ലേ, 40 വയസ്സോളം പ്രായമുണ്ട്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് ഓൾഡർ, അയൽവാസിക്ക് ഇത്തിരിയും കൂടി പ്രായമുണ്ട്. ഹെവിയർ ആൻഡ് ഹാസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി, ഇത്തിരി തടിയൊക്കെ കൂടുതലുണ്ട്, ഭാരം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഹാസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി. ഷീ ഈസ് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്, കുറച്ച് ധൈര്യവും കോൺഫിഡൻസും ഉള്ള ആളെയാണ് എന്താ പറയുക, സ്ട്രോങ് പേഴ്സണാലിറ്റി എന്ന് പറയുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദീസ് ടു ഷുഡ് ഹാവ് ഷാർപ്ലി കോൺട്രാസ്റ്റിംഗ് വോയിസസ്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദീസ് ടു ക്യാരക്ടേഴ്സ് ഹാവ് ഷാർപ്ലി കോൺട്രാസ്റ്റിംഗ് വോയിസസ്. their sounds are entirely different. എങ്ങനെയാണ് വ്യത്യാസം? മിസ്സിസ് പേഴ്സൺ സ്പീക്കിംഗ് ഇൻ എ ലൈറ്റ് ഫ്ലറീഡ് സോർട്ട്. പേഴ്സൺ സംസാരിക്കുന്നത് വളരെ ലൈറ്റായിട്ടാണ്, ശാന്തമായ ശബ്ദം. അതുപോലെ തന്നെ ഫ്ലറീഡ് മീൻസ് നെർവസ് ആയ രീതിയിൽ, ഒരു ഹറീഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ വേഗത്തിൽ ചെറിയ ശബ്ദത്തോടു കൂടി സംസാരിക്കുക. അങ്ങനത്തെ ഒരു ടോണാണ് നമ്മുടെ പേഴ്സൺ ഉള്ളത്. അതുപോലെ തന്നെ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ആണെങ്കിലോ ഒരു ഡീപ്പ് വോയിസ് ആണ്. ഒരു മസ്കുലിൻ വോയിസ് എന്ന് പറയാം, ദ വോയിസ് ഓഫ് മെൻ. അത്രയല്ലെങ്കിൽ ലോ ഇൻ പിച്ച്. ആ ഒരു സ്ത്രീകളുടെ ശബ്ദത്തിനൊരു കൂർപ്പ് കൂടുതലല്ലേ, പിച്ച് ചെവിയിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ള ട്രബിള് കൂടിയ മാതിരി. പക്ഷെ ഇവരുടെ എന്ന് പറയുന്നത് ട്രബിളല്ല, ഇത്തിരി ബേസ് കൂടിയ സൗണ്ടാണ്. അങ്ങനെ ആദ്യം നമ്മുടെ നാടകത്തിൽ വരുന്ന കഥാപാത്രം മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ആണ് അല്ലേ. ഫിറ്റ്സ്ജെറാൾഡിൻ്റെ കോൺവെർസേഷൻ, കളക്ടിങ് അപ്പ് ദ കാർഡ്സ്. ഇപ്പോൾ മേശപ്പുറത്ത് കിടക്കുന്ന കാർഡുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവർ സംസാരം തുടങ്ങുകയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഐ ക്യാൻ ടെൽ യു. ഇത്രയേ ഉള്ളൂ, എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മിസ്സിസ് പേഴ്സൺ കുഡ് ബി എ ഗുഡ് ഫോർച്യൂൺ, കുഡ് ബി എ ബാഡ് വൺ. നിങ്ങൾക്കൊരു പക്ഷേ നല്ല ഭാവിയായിരിക്കാം, അല്ലെങ്കിൽ മോശമായിരിക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സെൽഫ് നൗ. എല്ലാം നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. യുവർ ഫോർച്യൂൺ ഈസ് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ യു. മേക്ക് അപ്പ് യുവർ മൈൻഡ് ആൻഡ് ദർ ഇറ്റ് ഈസ്. സോ പ്രിപ്പയർ യുവർ സെൽഫ്. മൈൻഡ് മേക്കപ്പ് ചെയ്യണം, മനസ്സിനെ പ്രാപ്തമാക്കുക എന്നാണ് അല്ലേ. മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ആക്കുക. അങ്ങനെ പ്രിപ്പയർ ആക്കി കഴിഞ്ഞാൽ ദർ ഈസ് യുവർ ഫ്യൂച്ചർ. സോ യുവർ ഫ്യൂച്ചർ ഈസ് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ യുവർ ആക്ഷൻസ്. മിസ്സിസ് പേഴ്സൺ: യെസ്, താങ്ക് യു മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തിരിച്ച് നന്ദി പറയുകയാണ്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്: വിൽ യു മേക്ക് അപ്പ് യുവർ മൈൻഡ് നൗ മിസ്സിസ് പേഴ്സൺ ഡിയർ. അവരെന്തോ കാര്യമായിട്ട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. വിൽ യു മേക്ക് അപ്പ് യുവർ മൈൻഡ് നൗ, വിൽ യു ഡിസൈഡ് നൗ. നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തോ, പരുവപ്പെടുത്തിയോ? മിസ്സിസ് പേഴ്സൺ ഡിയർ, പ്രിയപ്പെട്ട പേഴ്സൺ പറയൂ, നിങ്ങളിപ്പോൾ അതിന് തയ്യാറാണോ? പുട്ട് യുവർ ഫുട്ട് ഡൗൺ, നിങ്ങൾ കാലുകൾ നിലത്തുറപ്പിക്കൂ. യു ടേക്ക് എ സ്റ്റേൺ ഡിസിഷൻ, അല്ലേ, ഒരു ഉറച്ച തീരുമാനമെടുക്കൂ. യു ഡിസൈഡ് വൺസ് ആൻഡ് ഫോർ ഓൾ ആൻഡ് ബി ദ മിസ്ട്രസ് ഓഫ് യുവർ ഓൺ ഹൗസ് ആൻഡ് ദ ബോസ് ഓഫ് യുവർ ഓൺ ഫാമിലി. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുക്കൂ, ഇന്നേക്കും എന്നേക്കുമായിട്ട് അല്ലേ. വൺസ് ആൻഡ് ഫോർ ഓൾ എന്നാണ് പറഞ്ഞത്. ഇന്നൊരു തീരുമാനമെടുക്കൂ, അത് എന്നേക്കുമായിട്ടുള്ളൊരു തീരുമാനമാണ്. ആൻഡ് ബി ദ മിസ്ട്രസ് ഓഫ് യുവർ ഓൺ ഹൗസ്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മിസ്ട്രസ് ആകൂ, ബോസ് ആയിട്ട് മാറൂ. ആൻഡ് ദ ബോസ് ഓഫ് യുവർ ഓൺ ഫാമിലി, നോട്ട് ഓൾവേസ് ബി ദ സെർവൻറ്റ് ഓഫ് ദിസ് ഫാമിലി. ടുഡേ ഓൺവേർഡ്സ് യു മസ്റ്റ് കൺസിഡർ യുവർ സെൽഫ് ആസ് ദ ബോസ് ഓഫ് ദ ഫാമിലി. അപ്പോൾ നല്ലൊരു വീട്ടിൽ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് അല്ലേ നമ്മുടെ ഫിറ്റ്സ്ജെറാൾഡ്. വേണ്ടാത്ത ധൈര്യമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് ഈ അടിമപ്പണിക്ക് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഈ ഫാമിലിയുടെ ബോസ് ആയിട്ട് ഇരുന്നു കൂടെ എന്ന് ചോദിക്കുകയാണ്. മിസ്സിസ് പേഴ്സൺ സ്മൈലിംഗ് അപ്പോളജറ്റിക്കലി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മിസ്സിസ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ മീക്കായിട്ടുള്ള, വലിയ ധൈര്യമൊന്നുമില്ലാത്ത ഒരു പാവം സ്ത്രീയാണ്. അപ്പോൾ അവരങ്ങനെ ചിരിക്കുകയാണ്. എങ്ങനത്തെ ചിരിയാണ്? അപ്പോളജറ്റിക് ആയിട്ട് മീൻസ് ഒരു ഖേദപൂർവമായിട്ടുള്ള ചിരിയാണ് അല്ലേ. തന്നെ കൊണ്ടത് പ്രയാസമാണ് എന്നുള്ള രീതിയിലുള്ള വല്ലാത്തൊരു ചിരി. അങ്ങനെ വല്ലാത്തൊരു ചിരി ചിരിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിനോട് പറയാണ്,
ദാറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു സേ, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. പറയാൻ എളുപ്പമാണ് അല്ലേ, പക്ഷേ അങ്ങനെ ആവാൻ പ്രയാസമാണ്. ബിസൈഡ്സ് ഐ ആം സോ ഫോണ്ട് ഓഫ് ദം. ഫോണ്ട് ഓഫ് മീൻസ് ഐ ലൈക്ക് ദം വെരി മച്ച്, ഐ ലവ് ദം, ഈവൻ ഇഫ് ദേ ആർ സോ തോട്ട്ലെസ് ആൻഡ് സെൽഫിഷ്. അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിലും, അവർ വളരെ സ്വാർത്ഥരാണെങ്കിലും സെൽഫിഷ് ആണെങ്കിലും ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കൂടാതെ എന്നാണ്. ബിസൈഡ് ആണെങ്കിൽ ആ എസ് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അരികിൽ എന്നാണ്. രണ്ടും തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാവണം. ദേ ഡോണ്ട് മീൻ ടു ബി. ഇപ്പോൾ അവരെന്നെ, എൻ്റെ ഫാമിലി എന്നെ തീരെ മൈൻഡ് ചെയ്യണില്ല എന്നുള്ള കാര്യം, ആ ഒരു പരിഭവം നമ്മുടെ ഈ പേഴ്സൻ്റെ വാക്കുകളിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ പറയേണ്ടത് ദേ ഡോണ്ട് മീൻ ടു ബി. ഒരു പക്ഷേ അവർക്കതിന് ആഗ്രഹമില്ലായിരിക്കാം. ദേ ഡോണ്ട് മീൻ ടു ബി എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണില്ല. ദേ ആർ നോട്ട് സോ എന്നുള്ള അർത്ഥത്തിൽ എന്തോ പറയാൻ തുടങ്ങുകയാണ് അല്ലേ. ആ സമയത്താണ് ഇടയിൽ കയറി സംസാരിക്കുകയാണ് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്. കട്ടിങ് മീൻസ് ഇൻട്രൂഡ്സ്, ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട്. മേ ബി നോട്ട്, ഒരുപക്ഷെ അവരങ്ങനെ അല്ലായിരിക്കാം. ബട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദം ഇഫ് ദേ ലേൺ ടു ട്രീറ്റ് യു പ്രോപ്പർലി. ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദം, അവർക്ക് നല്ലതെന്താണ്? ഇഫ് ദേ ലേൺ ടു ട്രീറ്റ് യു പ്രോപ്പർലി. ദേ ഷുഡ് ലേൺ ഹൗ ടു ട്രീറ്റ് യു. നിങ്ങളോട് എങ്ങനെ നന്നായി പെരുമാറണമെന്ന് അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. മിസ്സിസ് പേഴ്സൺ: യെസ്, ഐ സപ്പോസ് ഇറ്റ് വുഡ് ഇൻ എ വേ. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്ന് മിസ്സിസ് പേഴ്സൺ സമ്മതിക്കുകയാണ്. മിസ്സിസ് പേഴ്സൺ അഗ്രീസ് ദാറ്റ് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ട്രൈ ടു ട്രീറ്റ് ഹെർ പ്രോപ്പർലി. അപ്പോൾ എൻ്റെ ആഗ്രഹവും ഒന്ന് തന്നെയാണ്, അവരെന്നോട് നന്നായിട്ട് പെരുമാറണമെന്ന് തന്നെയാണ്. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്: നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. യു തിങ്ക് ഇറ്റ് ഡസ് ദം ഗുഡ് വെൻ യു റൺ ആഫ്റ്റർ ദം ഓൾ ദ ടൈം. അപ്പോൾ അതിന് യാതൊരു സംശയമില്ല, അവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറിയേ പറ്റുള്ളൂ. നോ ഡൗട്ട് ഫോർ ഇറ്റ്. ആൻഡ് യു തിങ്ക് ഇറ്റ് ഡസ് ദം ഗുഡ്. ഈ ഡൂ ദം ഗുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു ഹാവ് എ പോസിറ്റീവ് ഇഫക്റ്റ് ഓൺ ദം ഓർ ടു ഇംപ്രൂവ് ദം എന്നാണ്. ഡൂ ദം ഗുഡ് അല്ലേ, അവരിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ വിചാരം അവരിൽ മാറ്റം ഉണ്ടാകുമെന്നാണ്, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുമെന്നാണ്. എങ്ങനെയാണെങ്കിൽ വെൻ യു റൺ ആഫ്റ്റർ ദം ഓൾ ദ ടൈം, അവരുടെ പിറകെ ഇങ്ങനെ ഓടി നടക്കും. എന്തിനു വേണ്ടി? ടേക്ക് ദെയർ ഓർഡേഴ്സ്, അവരോരൊന്ന് കൽപ്പിക്കും, നിങ്ങൾ ആ കൽപ്പന ഏറ്റെടുക്കും അല്ലേ. ടേക്ക് ദ ഓർഡേഴ്സ് ആണ്, നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് വെയിറ്റേഴ്സ് വരും. വെയിറ്റേഴ്സ് അപ്രോച്ചസ് യു ടു ടേക്ക് യുവർ ഓർഡേഴ്സ്, നിങ്ങളുടെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ മദർ മറ്റുള്ളവരുടെ പിന്നാലെ പോവുകയാണ്, മറ്റുള്ള ഓർഡറുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ആസ് ഇഫ് യു വെർ ദ സെർവൻറ്റ് ഇൻ ദ ഹൗസ്, ഒരു വേലക്കാരിയെ പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ഓർഡർ ഏറ്റെടുക്കാൻ വേണ്ടി നടക്കും. സ്റ്റേ അറ്റ് ഹോം എവറി നൈറ്റ് വൈൽ ദേ ഗോ ഔട്ട് ടു എൻജോയ് ദംസെൽവ്സ്. മറ്റുള്ളവർ രാത്രി ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകുന്ന സമയത്ത്, എൻജോയ് ചെയ്യാൻ പോകുന്ന സമയത്ത് യു സ്റ്റേ അറ്റ് ഹോം. Husbands, sons and daughters should be taking notice of wives and mothers, not giving them orders and treating them like dirt. ഇപ്പോൾ എന്താണ് ഹസ്ബൻഡും സണ്ണും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഹസ്ബൻഡ്, സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഷുഡ്, അവർ ചെയ്യണം. ഷുഡ് ബി ടേക്കിംഗ് നോട്ടീസ് ഓഫ് വൈവ്സ് ആൻഡ് മദേഴ്സ്, ഭാര്യമാരെയും അതുപോലെ തന്നെ അമ്മമാരെയും എല്ലാം കെയർ ചെയ്യണം. അല്ലാതെ നോട്ട് ഗിവിങ് ദം ഓർഡേഴ്സ് ആൻഡ് ട്രീറ്റിംഗ് ദം ലൈക്ക് ഡേർട്ട്, വെറുതെ ഓർഡേഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അവരെ ഒരു ഡേർട്ടായിട്ട്, ഡേർട്ട് എന്ന് പറഞ്ഞാൽ വേർത്ത്ലെസ് പേഴ്സൺ അല്ലേ, ഗുഡ് ഫോർ നത്തിങ്, ഗിവിങ് ദം നോ വാല്യൂ, അവർക്ക് യാതൊരു മൂല്യവും കൊടുക്കാതെ ഇരിക്കുന്ന ആളുകളല്ല നമുക്ക് ആവശ്യം. എന്താണ്? ഹസ്ബൻഡ് ആണെങ്കിലും സൺസ് ആണെങ്കിലും ഡോട്ടേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യണം? അമ്മമാരെയും ഭാര്യമാരെയും എല്ലാം നന്നായിട്ട് നോക്കണമെന്നാണ് അല്ലേ. മിസ്സിസ് പേഴ്സൺ ഡൗട്ട്ഫുള്ളി, ഒരു സംശയത്തോടുകൂടി മിസ്സിസ് പേഴ്സൺ അങ്ങനെ പറയുകയാണ്. ഐ സപ്പോസ് യു ആർ റൈറ്റ്, ബട്ട് ഐ ഡു ഹേറ്റ് എനി അൺപ്ലസൻറ്റ്നെസ്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് അല്ലേ, but I do hate any unpleasantness. That is, if I stand against their will, it will cause unpleasantness. ഞാൻ അവരുടെ ഒരാഗ്രഹത്തിന് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുഖം കറുപ്പിക്കുകയോ, if I change my appearance in front of them, if I change my temper, no doubt the calm atmosphere of the house will change. It will lead to unpleasantness. ആകെപ്പാടൊരു അസംതൃപ്തി നിറഞ്ഞ ചുറ്റുപാടായിരിക്കും പിന്നീട് വീട്ടിലുണ്ടാവുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വയ്യ. I do hate, ഞാൻ ഹേറ്റ് ചെയ്യുന്നു, വെറുക്കുന്നു, എനി അൺപ്ലസൻറ്റ്നെസ്, വീട്ടിലുള്ള അസംതൃപ്തിയെ ഞാൻ വെറുക്കുകയാണ്. വീടെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണമെന്നാണ് പേഴ്സൻ്റെ ആഗ്രഹം. ആൻഡ് ഇറ്റ് ഈസ് സോ ഹാർഡ് ടു നോ വേർ ടു സ്റ്റാർട്ട്. അങ്ങനെ കലഹമില്ലാത്ത രീതിയിൽ എങ്ങനെ തുടങ്ങണമെന്നും എനിക്കറിയില്ല. ഇറ്റ് ഈസ് സോ ഹാർഡ് മീൻസ് ഡിഫിക്കൾട്ട്, അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ടു നോ വേർ ടു സ്റ്റാർട്ട്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ, ഇഫ് ഐ വാണ്ട് ടു റിപ്പയർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ഐ വിൽ ഹാവ് ടു മേക്ക് എ സ്റ്റാർട്ട്. അല്ലേ, കുടുംബത്തെ നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനതിന് തുനിയണം, അതിനൊരു തുടക്കം കുറിക്കണം. ബട്ട് ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
I keep making up my mind to have it out with them. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടി? ടു ഹാവ് ഇറ്റ് ഔട്ട്. ഹാവ് ഇറ്റ് ഔട്ട് മീൻസ് ടു ഡിസ്കസ് എ പ്രോബ്ലം എന്നാണ്. ഇവിടെ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ നെഗ്ലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ടുവേർഡ്സ് ദ മദർ. അമ്മയെ എല്ലാ കാര്യത്തിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്ന മക്കളുടെയും ഭർത്താവിൻ്റെയും പ്രകൃതത്തെയാണ്, സ്വഭാവത്തെയാണ് ഇവിടെ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മിസ്സസ് പേഴ്സൺ ട്രൈ ടു മേക്ക് അപ്പ് ഹെർ മൈൻഡ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം, ബട്ട് സംഹൗ ഐ ഡോണ്ട് നോ ഹൗ ടു ബിഗിൻ. എത്രത്തോളം ഞാൻ തയ്യാറെടുത്താലും ഒരു കാര്യം പറയണമെന്ന് എനിക്കിങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്, അല്ലേ? എന്നോട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് പറയണം തോന്നലുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ബിഗിൻ. ഷീ ഗ്ലാൻസസ് അറ്റ് ഹെർ വാച്ച് ഓർ അറ്റ് എ ക്ലോക്ക്. അങ്ങനെ സമയം നോക്കുകയാണ്. ഓ ഗുഡ്നസ് ഗ്രേഷ്യസ്, ദേവേ, ലുക്ക് അറ്റ് ദ ടൈം, നത്തിങ് റെഡി ആൻഡ് ദേ വിൽ ബി ഹോം എനി മിനിറ്റ്. നോക്കൂ, സമയം നോക്കൂ, അവരിപ്പോൾ ഏത് സമയത്തും കയറി വരാം. ആൻഡ് പ്രോബബ്ലി ഓൾ ഇൻ എ ഹറി, എല്ലാവരും തിരക്കിലായിരിക്കും. ടു ഗോ ഔട്ട് അഗെയിൻ, അവർ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പുറത്ത് പോകേണ്ടി വരും അവർക്ക്. ആസ് ഷീ ഈസ് അബൌട്ട് ടു റൈസ്, അങ്ങനെ സമയം നോക്കി നേരം ഒരുപാടായി എന്നുള്ള രീതിയിൽ അവരെ ധൃതി പിടിച്ച് എണീക്കുന്ന സമയത്ത് ഫിറ്റ്സ്ജെറാൾഡ് എന്ത് ചെയ്യുന്നു? ഷീ റീച്ചസ് ഔട്ട് അക്രോസ് ദ ടേബിൾ, അങ്ങനെ എത്തി വലിയുന്നു. ആ മേശയ്ക്ക് അപ്പുറത്തിരിക്കുന്ന നമ്മുടെ പിയേഴ്സിനെ എത്തി വലിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് പുൾസ് ഹെയർ ഡൗൺ, അവരെ അവിടെ തന്നെ ഇരുത്തുന്നു. ധൃതി പിടിച്ച് എണീക്കാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ തിരക്കൂട്ടണ്ട, അവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുകയാണ്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ലെറ്റ് ദം വെയിറ്റ് ഓർ ലുക്ക് ആഫ്റ്റർ ദംസെൽസ് ഫോർ വൺസ്. ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക? അവരവരുടെ സ്വന്തം കാര്യം നോക്കട്ടെ. ലെറ്റ് ദം വെയിറ്റ്, അല്ലെങ്കിൽ അവർ കുറച്ചു നേരം കാത്തിരിക്കട്ടെ. ദിസ് ഈസ് വേർ യുവർ ഫുട്ട് ഗോസ് ഡൗൺ. സോ ദിസ് ഈസ് ദ ടൈം യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. ഇതാണ് അതിന് പറ്റിയ അവസരം, അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം ഇത് തന്നെയാണ്. ദിസ് ഈസ് വേർ യുവർ ഫുട്ട് ഗോസ് ഡൗൺ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാലൂന്നാൻ പോവുകയാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ടേക്ക് എ ഡിസിഷൻ. സ്റ്റാർട്ട് നൗ, ഇപ്പോൾ തുടങ്ങിക്കോ. മിസ്സിസ് പേഴ്സൺ ഇംപാരസ്ഡ്, പുള്ളിക്കാരി ആകെ ആകുലപ്പെടുകയാണ്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്, ഐ നോ യു മീൻ വെൽ. എനിക്കറിയാം നിങ്ങൾ സതുദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത് എന്ന്. ഐ നോ, എനിക്കറിയാം. യു മീൻ വെൽ മീൻസ് യു ആർ ട്രൈങ് ടു ഡു ഗുഡ് ഫോർ മീ. ഇൻ ഫാക്ട്, ശരിക്കും പറഞ്ഞാൽ ഐ അഗ്രി വിത്ത് യു. എനിക്ക് ആ കാര്യത്തിൽ യോജിപ്പുണ്ട്, അല്ലേ? അവരുടെ പ്രവൃത്തി ശരിയല്ല എന്നും അതിനെതിരെ സംസാരിക്കണമെന്നും എനിക്കുണ്ട്. ബട്ട് ഐ ജസ്റ്റ് കാൺട്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ആൻഡ് ഇറ്റ്സ് നോ യൂസ് യു ട്രൈങ് ടു മേക്ക് മീ. ആൻഡ് ഇറ്റ്സ് നോ യൂസ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്ത്? യു ട്രൈങ് ടു മേക്ക് മീ, യു ട്രൈങ് ടു മേക്ക് മീ ഡൂ സോ. എന്നെ അങ്ങനെ പ്രേരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ നേരാവുന്ന എനിക്കതിനെ വിശ്വാസമില്ല. ഇഫ് ഐ പ്രോമിസ് യു ഐ വുഡ് റിയലി ഹാവ് ഇറ്റ് ഔട്ട് വിത്ത് ദം, I know I wouldn't be able to keep my promise. If I promise you, I would really have it out with them. That is, even though I make a promise to you that I will discuss about it to them, I will not be able to act in accordance with it. നേരത്തെ കണ്ട വാക്കാണ് ഹാവ് ഇറ്റ് ഔട്ട് എന്നുള്ളത്. ഹാവ് ഇറ്റ് ഔട്ട് വിത്ത് ദം മീൻസ് ഡിസ്കസ് വിത്ത് ദം എന്നാണ്. അപ്പോൾ നിങ്ങളോട് ഞാനിന്ന് പ്രോമിസ് ചെയ്താലും ശരി, എന്ത്, ഞാൻ അവരോട് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് നിങ്ങളോട് പ്രോമിസ് തന്നു എന്നിരിക്കട്ടെ. അങ്ങനെ തന്നാലും എനിക്കറിയാം, ഐ നോ ഐ വുഡൻ ബി ഏബിൾ ടു കീപ് മൈ പ്രോമിസ്. എനിക്കറിയാം എനിക്ക് ആ പ്രോമിസ് പാലിക്കാൻ കഴിയില്ലെന്ന്, അല്ലേ? അവരോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തന്നാലും ശരി, എനിക്കറിയാം എന്നെ കൊണ്ട് അതിന് കൊള്ളില്ല എന്ന്. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ദെൻ ലെറ്റ് മീ ഡു ഇറ്റ്. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്നോട് പറയാം, ഞാൻ ചെയ്യാം, അല്ലേ? നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം. ലെറ്റ് മീ ഡു ഇറ്റ്. മിസ്സിസ് പേഴ്സൺ ഫ്ലസ്റ്റേർഡ്, വളരെ പരിഭ്രമിച്ചുകൊണ്ട്, അല്ലെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഓ നോ, താങ്ക് യു വെരി മച്ച് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്. അതൊന്നും വേണ്ട കേട്ടോ. ബട്ട് ദാറ്റ് വുഡിൻ ഡു അറ്റ് ഓൾ. അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല. ഇവിടെ ഒരു പ്രയോഗം കാണാം, ബട്ട് ദാറ്റ് വുഡിൻ ഡു അറ്റ് ഓൾ. വിൽ ഡു എന്ന് പറഞ്ഞ ഒരു ഇഡിയമാണ്, ഒരു ശൈലിയാണ്. അതിൻ്റെ അർത്ഥം ടു പ്രൊവൈഡ് വാട്ട് ഈസ് നീഡഡ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ എ നീഡ് എന്നാണ്. ഒരാവശ്യം സഫലീകരിക്കുക എന്നൊക്കെയാണ്. നിങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ ഒരു കാര്യം സഫലമാകാനൊന്നും പോകുന്നില്ല. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് കൂളി. ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പുള്ളിക്കാരി എപ്പോഴും കൂളാണ്. യു ഹാവൻറ്റ് ഗോട്ട് ദ ഐഡിയ. അപ്പം നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. മിസ്സിസ് പേഴ്സൺ bewildered, confused. ഓ ഐ ആം സോറി, ഐ തോട്ട് യു ആസ്ക് മീ ടു ലെറ്റ് യു ഡു ഇറ്റ്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വാണ്ട് ടു കം ആൻഡ് ഡു ഇറ്റ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ തന്നെ വന്നിട്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നോ എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പം എനിക്ക് പകരം വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
മിസ്സസ് ഫിറ്റ്ജെറാൾഡ്, ഐ ഡിഡ്. ഞാൻ വിചാരിച്ച അത് തന്നെയാണ്. ഐ ഡിഡ് തിങ്ക് സോ, ബട്ട് നോട്ട് ആസ് മീ, ബട്ട് ആസ് യു. പക്ഷേ ഞാനായിട്ടല്ല നിങ്ങളുടെ കുടുംബത്തോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇടപെടാൻ പോകുന്നത്, നീ ആയിട്ടാണ്. ഐ വിൽ ഡിസ്കസ് ദ മാറ്റർ വിത്ത് ദം ആസ് യു, നോട്ട് ആസ് ഫിറ്റ്ജെറാൾഡ്. അപ്പോൾ മിസ്സിസ് പേഴ്സണ് കാര്യമൊന്നും പിടിയിട്ടില്ല. ആകപ്പാടെ പ്രാന്തായിക്കൊണ്ട് പറയുകയാണ്, ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, യു കുഡിൻ ബി മീ. എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നിനക്ക് എങ്ങനെ ഞാനാകാൻ കഴിയും? നിങ്ങൾക്കത് കഴിയില്ലല്ലോ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു ചേഞ്ച് യുവർ സെൽഫ് ഇൻ ടു മീ? മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് കൂളി, വളരെ ശാന്തമായിക്കൊണ്ട് ഫിറ്റ്ജെറാൾഡ് പറയുകയാണ്, വി ചേഞ്ച് പ്ലേസസ് ഓർ റിയലി ബോഡീസ്, സോ വി ആർ എക്സ്ചേഞ്ചിങ് അവർ ബോഡീസ്. നമ്മൾക്ക് ശരീരം പരസ്പരം മാറാം. യു ലുക്ക് ലൈക്ക് മീ, ഐ ലുക്ക് ലൈക്ക് യു. ഞാൻ നിന്നെ പോലെയും നീ എന്നെ പോലെയും ഇനി കാണപ്പെടും, അല്ലെ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. മിസ്സിസ് പേഴ്സൺ, ബട്ട് ദാറ്റ്സ് ഇംപോസിബിൾ. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്, ഹൗ ഡു യു നോ? യു ട്രൈഡ് ഇറ്റ്? ഇപ്പോൾ പേഴ്സൺ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത്, സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ സമയത്ത് ഫിറ്റ്ജെറാൾഡ് ചോദിക്കുകയാണ്, അത് സാധ്യമല്ല എന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ ഇതിനു മുമ്പ് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? മിസ്സിസ് പേഴ്സൺ, നോ, ഓഫ് കോഴ്സ് നോട്ട്. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് കൂളി, ഐ ഹാവ്. എന്നാ കേട്ടോ, ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നോട്ട് ഫോർ സം ടൈം, ബട്ട് ഇറ്റ് സ്റ്റിൽ ഓട്ട് ടു വർക്ക്. നോട്ട് ഫോർ സം ടൈം, കുറച്ച് കാലത്തേക്ക് പരീക്ഷിച്ചിട്ടില്ലെങ്കിലും ഐ ആം ഷുവർ ദാറ്റ് ഇറ്റ് സ്റ്റിൽ ought to work. Ought to work means will work. I am sure that it will work. Won't last long. അതങ്ങനെ ഒരുപാട് കാലം നിലനിൽക്കുകയൊന്നുമില്ല. പക്ഷെ നമുക്ക് പരസ്പരം നമ്മുടെ പേഴ്സണാലിറ്റി പരസ്പരം ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരുപാട് കാലത്തേക്കല്ല. ബട്ട് ലോങ് ഇനഫ് ഫോർ വാട്ട് വി വാണ്ട് ടു ഡു. ബട്ട് ഇൻ ദ മീൻ ടൈം വി ക്യാൻ കംപ്ലീറ്റ് അവർ പർപ്പസ്. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം സ്ഥാപിക്കുന്നത് വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം നമ്മുടെ പേഴ്സണാലിറ്റി എക്സ്ചേഞ്ച് ചെയ്യാം. ഞാൻ നീയാവുക, നീ ഞാനാവുക. ഞാൻ നീയായിക്കൊണ്ട് നിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും തീർത്തു തരാം എന്ന് ഫിറ്റ്ജെറാൾഡ് പ്രോമിസ് കൊടുക്കുകയാണ് സുഹൃത്തിന്. ഷീ ഹോൾഡ്സ് ഹെർ ഹാൻഡ് ഔട്ട് അക്രോസ് ദ ടേബിൾ. അങ്ങനെ തന്റെ കൈയെ ആ ടേബിളിന്റെ കുറുകെ നീട്ടുകയാണ്. ഗീവ് മീ യുവർ ഹാൻഡ്സ് ഡിയർ. നിന്റെ കൈകൾ തരൂ സുഹൃത്തെ. മിസ്സിസ് പേഴ്സൺ ഡൗട്ട്ഫുള്ളി, സംശയത്തോടുകൂടി പേഴ്സൺ പറയാണ്, വെൽ ഐ ഡോണ്ട് നോ, ഈസ് ഇറ്റ് റൈറ്റ്? എനിക്കറിയില്ല, ഇത് ശരിയാവോ? മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്, ഇറ്റ്സ് യുവർ ഓൺലി ചാൻസ്. ഇതാണ് നിങ്ങളുടെ ചാൻസ്. ഗീവ് മീ യുവർ ഹാൻഡ് ആൻഡ് കീപ് ക്വൈറ്റ് എ മിനിറ്റ്. നിങ്ങളുടെ കൈ തരൂ, ഒരു മിനിറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട. ടേക്കിംഗ് ഹെർ ഹാൻഡ്സ്. അതും പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ കൈ പിടിക്കുകയാണ്. നൗ ലുക്ക് അറ്റ് മീ. എന്നെ നോക്കൂ. ദേ സ്റ്റെയർ അറ്റ് ഈച്ച് അതർ. പരസ്പരം തുറച്ചു നോക്കുന്നു. മട്ടറിങ്, ഒരു കാര്യം മട്ടർ ചെയ്യുകയാണ്. മട്ടർ ചെയ്യുക, ചാൻഡിങ്, ഉരുവിടുക. മന്ത്രമൊക്കെ ഉരുവിടുന്നതിനെയാണ് മട്ടറിങ് എന്ന് പറയുക. ആ മന്ത്രം ഇതാണ്. അഷ്ടതം അഷ്ടതാലം അഷ്ടതാലം ഡം ബോണ. നല്ല മന്ത്രം. മിസ്സിസ് പേഴ്സൺ നൗ വിത്ത് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്സ് പേഴ്സണാലിറ്റി. അങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലിയിരിക്കുന്നു. അവർ പരസ്പരം പേഴ്സണാലിറ്റി എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ഉണ്ട് ഒറിജിനൽ ടെക്സ്റ്റിൽ. അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അവർക്ക് പരസ്പരം ബോധം അറിയുന്നതായിട്ടും കുറച്ച് നിമിഷത്തേക്ക് ജീവനില്ലാത്ത രീതിയിൽ തോന്നുന്നതായിട്ടും ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷമാണ് അവരിങ്ങനെ ഒരു ബോഡി എക്സ്ചേഞ്ചിലേക്ക് വരുന്നത്. മിസ്സിസ് പേഴ്സൺ നൗ വിത്ത് മിസ്സിസ് ഫിറ്റ്ജെറാൾഡ്സ് പേഴ്സണാലിറ്റി. ഇപ്പോൾ മിസ്സിസ് പേഴ്സൺ ഉള്ളത് ഫിറ്റ്ജെറാൾഡിന്റെ പേഴ്സണാലിറ്റിയുമായിട്ടാണ്. ദാറ്റ് ഈസ് their bodies remain the same but they exchange their personality. മിസ്സിസ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ശാരീരികമായിട്ട് മിസ്സിസ് പേഴ്സൺ തന്നെയാണ്. പക്ഷേ പേഴ്സണാലിറ്റി, ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ മാറിയിട്ട്. മിസ്സിസ് പേഴ്സൺ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫിറ്റ്ജെറാൾഡിന്റെ സ്വഭാവമാണ്. ഫിറ്റ്ജെറാൾഡിനാണെങ്കിൽ പേഴ്സന്റെ സ്വഭാവവും. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി മുതൽ മിസ്സിസ് പേഴ്സൺ എന്ന് പറയുന്ന കഥാപാത്രം മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ആണ്. എന്ന് വെച്ചാൽ ഫിറ്റ്ജെറാൾഡിന്റെ മനസ്സാണ് മിസ്സിസ് പേഴ്സൺ ഉള്ളത്. അത് നമ്മൾ ഓർത്ത് വെക്കണം. മിസ്സിസ് പേഴ്സൺ ചോദിക്കുകയാണ്, സി വാട്ട് ഐ മീൻ ഡിയർ. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? മിസ്സിസ് പേഴ്സൺ ആണ് ചോദിക്കുന്നത് ആരോട്? ഫിറ്റ്ജെറാൾഡിനോട്. ഫിറ്റ്ജെറാൾഡിനാണ് ഇത് ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത്. കാരണം മാജിക് അറിയുന്നത് ഫിറ്റ്ജെറാൾഡിനാണ്, അല്ലെ? പക്ഷെ ഇപ്പോൾ അത് ചോദിച്ചിട്ടുള്ളത് പേഴ്സൺ ആണ്. കാരണം എന്താണ്? ഫിറ്റ്ജെറാൾഡിന്റെ ആ ഒരു പേഴ്സണാലിറ്റി പോയിരിക്കുന്നത് മിസ്സിസ് പേഴ്സന്റെ ശരീരത്തിലേക്കാണ്. അപ്പൊ ഇനി പേഴ്സൺ ചോദിക്കുന്നതെല്ലാം ഫിറ്റ്ജെറാൾഡിന്റെ നാക്കിലൂടെ ആയിരിക്കും. ഫിറ്റ്ജെറാൾഡിന്റെ ആത്മാവ് പറയുന്നതായിരിക്കും. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് നൗ വിത്ത് മിസ്സിസ് പേഴ്സൺസ് പേഴ്സണാലിറ്റി. അവിടെ ഇരിക്കുന്ന മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഇപ്പോൾ പേഴ്സണാലിറ്റി മാറിയിട്ട് മിസ്സിസ് പേഴ്സന്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു, അല്ലെ? ഫിറ്റ്ജെറാൾഡ് മുമ്പ് എങ്ങനെയായിരുന്നു? ഭയങ്കര ബോൾഡായിരുന്നു, വല്ലാത്ത ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ ഇപ്പോ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഫിറ്റ്ജെറാൾഡിന് ഇപ്പോൾ വളരെ ശാന്തമായ സ്വഭാവം, സൗമ്യമായ മീക്കായിട്ടുള്ള ഒരു സ്വഭാവം കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഫിറ്റ്ജെറാൾഡ് തന്റെ ശരീരത്തിലേക്ക് തന്നെ നോക്കുകയാണ്. ലുക്സ് ഡൗൺ അറ്റ് ഹെർസെൽഫ് ആൻഡ് സീസ് ദാറ്റ്. എന്നിട്ട് ഞെട്ടുകയാണ്. ആൻഡ് സീസ് ദാറ്റ് ഹെർ ബോഡി ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഗീവ്സ് എ സ്ക്രീം ഓഫ് ഫ്രൈറ്റ്. ഒരു ചെറിയൊരു നിലവിളി നടത്തുകയാണ് നമ്മുടെ ഫിറ്റ്ജെറാൾഡ്. ഓ, ഞാൻ മാറിയിരിക്കുന്നു. ഫിറ്റ്ജെറാൾഡ്
സ്വയം നോക്കുന്ന സമയത്ത്, അതായത് ഫിറ്റ്സ്ജെറാൾഡ് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ അർത്ഥം പേഴ്സന്റെ മനസ്സിൽ തൻ്റെ രൂപത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ പേഴ്സൺ ഇങ്ങനെ ശരീരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഓ എൻ്റെ ശരീരമെല്ലാം ആകെ മാറിയിരിക്കുന്നല്ലോ എന്നോർത്തുകൊണ്ട് ഒന്ന് ഉറക്കെ കരയുകയാണ്. കരയുന്ന സ്വഭാവം ആരുടെയാണ്? പേഴ്സന്റെ ആണ് അല്ലേ. ഫിറ്റ്സ്ജെറാൾഡ് ഒരിക്കലും കരയാറില്ല. ഇപ്പോൾ ഫിറ്റ്സ്ജെറാൾഡ് കരയാൻ കാരണം എന്താണ്? മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിനുള്ളത് പിയേഴ്സന്റെ ക്യാരക്ടറാണ്. അതുകൊണ്ട് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് വിത്ത് മിസ്സസ് പിയേഴ്സൺ പേഴ്സണാലിറ്റി. ഓ ഇറ്റ്സ് ഹാപ്പൻഡ്. അങ്ങനെ ഫിറ്റ്സ്ജെറാൾഡ് പറയുകയാണ്, അത് സംഭവിച്ചിരിക്കുന്നു. മിസ്സസ് പേഴ്സൺ കൂളി. ഇപ്പം ഇതുവരെ കൂളായിട്ടിരിക്കുന്നത് ആരാണ്? ഫിറ്റ്സ്ജെറാൾഡാണ് അല്ലേ. ഇപ്പോൾ ഫിറ്റ്സ്ജെറാൾഡിന്റെ സ്വഭാവം പേഴ്സണ് കിട്ടിയ സമയത്ത് പേഴ്സണും ഇപ്പോൾ വളരെ കൂളാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹാപ്പൻഡ്. വെയർ ഇൻ ഇറ്റ്? ഡിഡ്ന്റ് നോ ഐ ഹാഡ് ഇറ്റ് ഇൻ മീ. പേഴ്സൺ പറയുകയാണ്, വളരെ ഭംഗിയായിട്ടെല്ലാം നടന്നിരിക്കുന്നു. ഡിഡ്ന്റ് നോ, ഞാൻ അറിഞ്ഞില്ല. ഐ ഹാഡ് ഇറ്റ് ഇൻ മീ. ഐ വാസ് നോട്ട് ഷുവർ വെദർ ഇറ്റ് വുഡ് ഹാപ്പൻ ഓർ നോട്ട്. ഇപ്പം ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. കുറേ കാലമായിട്ട് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഏതായാലും വിജയിച്ചിരിക്കുന്നു അല്ലേ. ഡിഡ്ന്റ് നോ ഐ ഹാഡ് ഇറ്റ് ഇൻ മീ. ഇറ്റ് ഇൻ മീ മീൻസ് ദാറ്റ് പവർ ഈസ് ഇൻ മീ. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് അലാംഡ്. പേടിച്ചുകൊണ്ട് ഫിറ്റ്സ്ജെറാൾഡ് പറയുകയാണ്, ബട്ട് വാട്ട് എവർ ഷാൾ ഐ ഡു മിസ് ഫിറ്റ്സ്ജെറാൾഡ്? ജോർജ് ആൻഡ് ദ ചിൽഡ്രൻ കാൺട്ട് സീ മീ ലൈക്ക് ദിസ്. ഞാൻ എന്ത് ചെയ്യും ഫിറ്റ്സ്ജെറാൾഡ്? എൻ്റെ ഭർത്താവായിട്ടുള്ള ജോർജും അതുപോലെ തന്നെ മക്കളും അവരിപ്പം ഇങ്ങോട്ട് വരും. ദേ മസ്റ്റ് നോട്ട് സീ മീ ലൈക്ക് ദിസ്. അവരെന്നെ ഇതുപോലെ കാണരുത്. മിസ്സസ് പേഴ്സൺ ഗ്രിംലി. ഗ്രിംലി മീൻസ് സീരിയസ്ലി. ദേ ആർ ഇൻ ഗോയിങ് ടു, ദാറ്റ് ഈസ് ദേ ആർ ഇൻ ഗോയിങ് ടു ഐഡൻറ്റിഫൈ യു. അവർ വന്നിട്ട് നിങ്ങളെ തിരിച്ചറിയാനൊന്നും പോണില്ല. ദാറ്റ്സ് ദ പോയിന്റ്. അതാണ് കാര്യം. ദേ വിൽ ഹാവ് മീ ടു ഡീൽ വിത്ത് ഓൺലി. സോ ഇറ്റ്സ് മീ ഓൺലി ഹൂ ഈസ് ഗോയിങ് ടു ഡീൽ വിത്ത് ദം. ഞാൻ മാത്രമാണ് അവരോട് ഡീൽ ചെയ്യാൻ പോകുന്നത്. നീ ഉണ്ടായിരുന്നാൽ മതി. പിന്നെയോ ദേ വോണ്ട് നോ ഇറ്റ്. അവരൊരിക്കലും ഇക്കാര്യം തിരിച്ചറിയാനും പോകുന്നില്ല. ഇപ്പോഴും പേഴ്സൺ ആകുന്ന മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിന്റെ ആ പേടി മാറിയിട്ടില്ല. പറയുകയാണ്, ബട്ട് വാട്ട് ഇഫ് വി കാൺ ചേഞ്ച് ബാക്ക്? ഇറ്റ് വുഡ് ബി ടെറിബിൾ. നമുക്ക് പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലോ? അത് ഭയങ്കരമായിരിക്കും, ഭീതിജനകമായിരിക്കും അല്ലേ. വാട്ട് ഇഫ് ദേ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദീസ് ബോഡീസ്? അവരുടെ പേഴ്സണാലിറ്റി ആ ബോഡിയിൽ തന്നെ സ്റ്റക്ക് ആയാലോ? മിസ്സസ് പേഴ്സൺ, നൗ സ്റ്റോപ്പ് വറിയിങ്. എൻ്റെ ആ വറിയിങ് ഉണ്ടല്ലോ, എൻ്റെ ആ പേടിയൊക്കെ അവിടെ നിർത്തിക്കോട്ടോ. ഇറ്റ്സ് ഈസിയർ ചേഞ്ചിങ് ബാക്ക്. വളരെ എളുപ്പമാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ഡു ഇറ്റ് എനി ടൈം വി വാണ്ട്. നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് തിരിച്ചു വരാം. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, വെൽ ഡു ഇറ്റ് നൗ. ഞാൻ ഇപ്പോൾ വേണം. മിസ്സസ് പേഴ്സൺ, നോ, ഐ ഹാവ് ഗോ ടു ഡീൽ വിത്ത് യുവർ ഫാമിലി ഫസ്റ്റ്. ഇപ്പോൾ ഫിറ്റ്സ്ജെറാൾഡ് ആകുന്ന മിസ്സസ് പേഴ്സൺ പറയുകയാണ്, എനിക്ക് നിന്റെ കുടുംബത്തിനെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഐ ഹാവ് ടു ഡീൽ വിത്ത് ദം. ദാറ്റ്സ് ദ ഐഡിയ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നമ്മളിങ്ങനെ വേഷം മാറി എന്തിനാണ്? അതിന് വേണ്ടിയിട്ടല്ലേ. ഡിഡ്ന്റ് നോ ഹൗ ടു ബിഗിൻ വിത്ത് ദം. യു സെറ്റ്. നീ പറഞ്ഞത് അവരോട് എങ്ങനെ തുടങ്ങണമെന്ന് നിനക്കറിയില്ല അല്ലേ. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ്, ബട്ട് വാട്ട് ആം ഐ ഗോയിങ് ടു ഡു? അപ്പം ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ ഇവിടെ കൂടി, അപ്പം ഞാൻ എവിടെ പോവും? മിസ്സസ് പേഴ്സൺ, ഗോ ഇൻ ടു മൈ ഹൗസ് ഫോർ എ ബിറ്റ്. കുറച്ച് സമയം നീ എൻ്റെ വീട്ടിൽ പോയിരിക്കും. ദർ ഈസ് നോ ബഡി ദർ. അവിടെ ആരുമില്ല. ദെൻ പോപ്പ് ബാക്ക് ആൻഡ് സീ ഹൗ വി ആർ ഡൂയിങ്. അവിടെ നിന്ന് വിശ്രമിച്ചോ. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് സീ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. യു ഓൾ ടു എൻജോയ് ഇറ്റ്. സോ യു വിൽ എൻജോയ് വാട്ട് ഐ ആം ഡൂയിങ് ഹിയർ ഫോർ യു. ബെറ്റർ ഗെറ്റ് ഓൺ നൗ ബിഫോർ വൺ ഓഫ് ദം കംസ്. അവർ വരുന്നതിൻ്റെ മുമ്പ് പുറപ്പെട്ടോളാൻ പറയാണ്. Mrs. Fitzgerald crosses and hurries out through the door, right, left to herself. Mrs. Pearson begins laying out the cards on the table. അങ്ങനെ വലതുഭാഗത്തു കൂടെ ഫിറ്റ്സ്ജെറാൾഡ് പിയേഴ്സന്റെ മനസ്സുമായിട്ട് പോവുകയാണ്. അവൾക്ക് ഇടതുഭാഗത്തായിട്ട് പിയേഴ്സൺ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബിഗിൻസ് ലേയിങ് ഔട്ട് ദ കാർഡ്സ് ഓൺ ദ ടേബിൾ. കയ്യിൽ കുറച്ച് കാർഡുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ മേശയിൽ ഇട്ടുകൊണ്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആഫ്റ്റർ എ ഫ്യൂ മൊമെന്റ്സ് ഡോറിസ് പേഴ്സൺ കംസ് ബേഴ്സ്റ്റിംഗ് ഇൻ ലെഫ്റ്റ്. ഇടതുഭാഗത്തു കൂടെ പേഴ്സന്റെ മകളായിട്ടുള്ള ഡോറിസ് അങ്ങോട്ട് കടന്നു വരികയാണ്. അങ്ങനെ ബേഴ്സ്റ്റിംഗ് ഇൻ. വാതിലൊക്കെ ഉണ്ട്. വാതിലൊക്കെ തള്ളി തുറന്നിട്ടാണ്, ബേഴ്സ്റ്റ് ചെയ്തിട്ടാണ് കടന്നു വരുന്നത്. ഷീ ഈസ് എ പ്രിറ്റി ഗേൾ ഇൻ ഹെർ ഏർലി 20s. 20 വയസ്സുള്ള സുന്ദരിയായ യുവതിയാണ്. ഹു വുഡ് ബി പ്ലസന്റ് ഇനഫ് ഇഫ് ഷീ ഹാഡ് നോട്ട് ബീൻ സ്പോയിൽഡ്. ഷീ വുഡ് ഹാവ് ബീൻ എ പ്ലസന്റ് വൺ. അവൾ നല്ലവളാകുമായിരുന്നു അല്ലേ. കണ്ടാൽ മാത്രമല്ല സ്വഭാവത്തിലും നല്ല ആളാകുമായിരുന്നു. എങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇഫ് ഷീ ഹാഡ് നോട്ട് ബീൻ സ്പോയിൽഡ്. അവൾ നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ. സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇംപൊളൈറ്റ്, റൂഡ് എന്നൊക്കെയാണ്. ഇൽ മാനേർഡ്. അവളുടെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ അവളെ കാണുന്നത് പ്ലസന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്നാണ്. അപ്പോൾ ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ പൊളൈറ്റ്. അവളെ കണ്ടാൽ മനസ്സിലാവും വളരെ ഇംപൊളൈറ്റ് ആണ്, റൂഡാണ്, ആളുകളോട് പരിക്കനായിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന് മനസ്സിലാവും. ഡോറിസ്, ബിഫോർ ഷീ ഹാസ് ടേക്കൺ എനിത്തിങ് ഇൻ. എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഡോറിസ് പറയുകയാണ്,
അമ്മയെ വിളിക്കുന്നു. മോം, യു വിൽ ഹാവ് ടു അയൺ മൈ യെല്ലോ സിൽക്ക്. വന്നതും അമ്മയ്ക്ക് ആജ്ഞ കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ യെല്ലോ സിൽക്കില്ലേ, അതൊന്ന് അയൺ ചെയ്യണം. ഐ മസ്റ്റ് വെയർ ഇറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രി എനിക്ക് ധരിക്കാനുള്ളതാണ്. ഷീ നൗ സീസ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഈസ് അസ്റ്റൗണ്ടഡ്. അങ്ങനെ ഡോറിസ് നോക്കുന്ന സമയത്ത് അവളങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അസ്റ്റൗണ്ടഡ് ആവുകയാണ്, എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് ആവുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്? മിസ്സിസ് പേഴ്സൺ നൗ യൂസസ് ഹെർ ഓർഡിനറി വോയിസ്, ബട്ട് ഹെർ മാനർ ഈസ് നോട്ട് ഫ്ലട്ടറിങ് ആൻഡ് അപ്പോളജറ്റിക് ബട്ട് കൂൾ ആൻഡ് ഇൻസൈസീവ്. ഇപ്പോൾ തൻ്റെ അമ്മ തീരെ മൈൻഡില്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. കാർഡൊക്കെ മേശപ്പുറത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ മകൾക്കൊരു പന്തികേട്. അപ്പോൾ ചോദിക്കുകയാണ്, അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ്സിസ് പേഴ്സൺ സാധാരണ ശബ്ദത്തിൽ മറുപടി പറയുകയാണ്. പക്ഷേ അവരുടെ ആ രീതി എന്ന് പറയുന്നത്, മാനർ എന്ന് പറയുന്നത് ആ പഴയ രീതിയിലല്ല അല്ലേ. അതായത് ഫിറ്റ്സ്ജെറാൾഡിന്റെ ഗുണമാണ് ഇപ്പോൾ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ഫ്ലട്ടറിങ് വോയിസ് അല്ല. ഫ്ലട്ടറിങ് മീൻസ് ഷിവറിങ്, ക്യുവറിങ് വോയിസ്, ഒരു നെർവസ് ആയിട്ടുള്ളൊരു വോയിസ് ഇല്ലേ, അതല്ല ഉള്ളത്. അതുപോലെ തന്നെ അപ്പോളജറ്റിക്കും അല്ല, മറിച്ച് ഇൻസൈസീവ്, വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള ശബ്ദത്തിലാണ് അവർ സംസാരിക്കുന്നത്. മിസ്സിസ് പേഴ്സൺ നോട്ട് ഈവൻ ലുക്കിംഗ് അപ്പ്, ഒന്ന് മുകളിലോട്ട് നോക്കുക പോലും ചെയ്യാതെ മിസ്സിസ് പേഴ്സൺ പറയുകയാണ്, വാട്ട് ഡു യു തിങ്ക് ഐ എം ഡൂയിങ്? ഞാൻ എന്ത് ചെയ്യാന്നാണ് നീ വിചാരിച്ചത്? വൈറ്റ് വാഷിംഗ് ദ സീലിംഗ്? നമ്മുടെ സീലിംഗ് വൈറ്റ് വാഷ് ചെയ്യണമെന്നോ? ഡോറി സ്റ്റിൽ അസ്റ്റൗണ്ടഡ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തർക്കുത്തരം നിറഞ്ഞ മറുപടി ആയതുകൊണ്ട് നമ്മുടെ ഡോറിസ് പെട്ടെന്ന് ഞെട്ടുകയാണ്. ബട്ട് യു ആർ പ്ലേയിങ് കാർഡ്സ് അറ്റ് ദിസ് ടൈം. ഞാൻ വന്നത് കണ്ടില്ലേ, ഈ സമയത്ത് നിങ്ങൾ കാർഡും കളിച്ചും കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ചേഞ്ചിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് അതിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഇവരിരുന്ന് സിഗരറ്റ് വലിക്കുന്നതായിട്ടാണ്, സ്മോക്ക് ചെയ്യുന്നതായിട്ടാണ്. ഇപ്പോൾ ഈ ഡ്രാമയിൽ ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരി നല്ലൊരു സ്മോക്കറാണ്. അപ്പോൾ ഇവിടെ സ്മോക്കിങ്ങിന് പകരം പ്ലേയിങ് കാർഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് നിങ്ങളിവിടെ കാർഡും കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. മിസ്സിസ് പേഴ്സൺ ദാറ്റ്സ് റൈറ്റ് ഡിയർ. ആ ശരിയാണ് കുട്ടിയെ. നോ ലോ അഗെയിൻസ്റ്റ് ഇറ്റ് ഈസ് ദ. അതിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടോ? അപ്പോൾ ചീട്ട് കളിക്കണ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മിസ്സിസ് പേഴ്സൺ. ഡോറിസ് ബട്ട് ഐ തോട്ട് യു ഡിഡിൻ പ്ലേ. ഞാൻ വിചാരിച്ചത് നിങ്ങൾ കളിക്കില്ല എന്നാണ്. മിസ്സിസ് പേഴ്സൺ ദെൻ യു തോട്ട് റോങ്. എന്നാൽ നിനക്ക് തെറ്റി. ഡോറിസ് ആർ വി ഹാവിങ് ടീ ഇൻ ദ കിച്ചൺ? നമുക്കുള്ള ചായ അടുക്കളയിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മിസ്സിസ് പേഴ്സൺ ഹാവ് ഇറ്റ് വേർ യു ലൈക്ക് ഡിയർ. മിസ്സിസ് പേഴ്സൻ്റെ മറുപടി വളരെ രസകരമാണ്. ഹാവ് ഇറ്റ് വേർ യു ലൈക്ക് ഡിയർ. നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ചായ കുടിച്ചോ. അപ്പോൾ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. വളരെ ആംബിഗസ് ആയിട്ടുള്ള, ദ്വയാർത്ഥമുള്ള ഒരു ചോദ്യമാണത് അല്ലേ. ആർ വി ഹാവിങ് ടീ ഇൻ ദ കിച്ചൺ? രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ചായ ഉണ്ടോ അടുക്കളയിൽ എന്നും ചോദിക്കാം. അതുപോലെ തന്നെ ഹാവ് ദ ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുക എന്നാണല്ലോ. അപ്പോൾ ആർ വി ഹാവിങ് ദ ടീ ഇൻ ദ കിച്ചൺ? കിച്ചണിൽ നിന്നാണോ നമ്മൾ ചായ കുടിക്കുന്നത്? അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു മറുപടി വന്നത്, ഹാവ് ഇറ്റ് വേർ യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നീ കുടിച്ചോ. ഡോറിസ് ആംഗ്രിലി, ഡോറിസിന് ദേഷ്യം വന്നിട്ട്, ഡു യു മീൻ ഇറ്റ് ഈസ് ഇൻ റെഡി? ചായ വെച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയണത്? മിസ്സിസ് പേഴ്സൺ യുവേഴ്സ് ഈസൻറ്റ്. നിന്റെ ചായ വെച്ചിട്ടില്ല. ഐ ഹാവ് ഹാഡ് ഓൾ ഐ വോണ്ട്. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഡോറിസ് സ്റ്റെയറിംഗ് അറ്റ് ഹെർ. മകൾ അമ്മയെ തുറച്ചു നോക്കുകയാണ്. മോം വാട്ട്സ് ദ മാറ്റർ വിത്ത് യു? ഇപ്പം എന്താണിതെല്ലാം? എന്താണ് പ്രശ്നം? അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? വൈ ഡസ് ഡോറിസ് ആസ്ക് ഹെർ മദർ വാട്ട്സ് ദ മാറ്റർ വിത്ത് യു? ഇപ്പോൾ നമുക്ക് പറയാം, ഷീ സോ ഹെർ മദർ ഹു ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് ഇൻ ഹെർ ബിഹേവിയർ. തൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്ന അമ്മയെ അവൾക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഷീ സോ ഹെർ പ്ലേയിങ് കാർഡ്സ്. മകൾ അമ്മ ചീട്ട് കളിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദ മദർ ഡിസൊബേയ്സ് ഹെർ. അമ്മ അവളെ ഡിസൊബേ ചെയ്യുന്നു, അനുസരിക്കുന്നില്ല. ബൈ നോട്ട് പ്രിപ്പയറിംഗ് ടീ ഓർ അയണിങ് ഹെർ ക്ലോത്ത്സ്. വസ്ത്രം ഇസ്തിരിക്കിടാതെ, ചായ പ്രിപ്പയർ ചെയ്യാതെ അനുസരണക്കേട് കാണിക്കുകയാണ് അമ്മ. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ഡോറിസ് ഞെട്ടിയത്. ഷി വാസ് അണേബിൾ ടു ബിലീവ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ദർ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഐസ്. തൻ്റെ കൺമുമ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ വാട്ട്സ് ദ മാറ്റർ വിത്ത് യു? എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് മിസ്സിസ് പേഴ്സൺ പറയുന്നത്, ഡോണ്ട് ബി സില്ലി. സില്ലി ആവരുത്. ഡോറിസ് ഇൻഡിഗ്നൻ്റ്ലി. ഡോറിസിന് ദേഷ്യം സഹിക്കുന്നില്ല. ഡോറിസ് ദേഷ്യത്തോട് സംസാരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് മീ ദാറ്റ്സ് ബീയിങ് സില്ലി. ഞാനല്ല സില്ലി ആയിട്ട് സംസാരിക്കുന്നത്. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ്സ് എ ബിറ്റ് മച്ച് വെൻ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹാർഡ് ഓൾ ഡേ ആൻഡ് യു കാണ്ട് ഈവൻ ബോദർ ടു ഗെറ്റ് മൈ ടീ റെഡി. ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. ഐ മസ്റ്റ് സേ സംതിങ്. എന്താണ് ഞാൻ പറയേണ്ടത്? ഇറ്റ്സ് എ ബിറ്റ് മച്ച് വെൻ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹാർഡ്. ഞാൻ പകൽ മുഴുവൻ അങ്ങനെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന സമയത്ത് യു കാണ്ട് ഈവൻ ബോദർ ടു ഗെറ്റ് മൈ ടീ റെഡി. തൻ്റെ മകൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കാൻ പോലും
നിങ്ങൾക്ക് പറ്റണില്ല അല്ലേ, അത് കുറച്ച് കൂടിപ്പോയി. ഇറ്റ്സ് മസ്റ്റ് ടു സീ ദാറ്റ് യു കാൺട്ട് ഈവൻ ബോദർ ടു ഗെറ്റ് മൈ ടീ റെഡി. മിസ്സിസ് പേഴ്സൺ, ഡോണ്ട് ടോക്ക് റബ്ബിഷ് ടു മീ അബൌട്ട് വർക്കിംഗ് ഹാർഡ്. നിന്റെ ജോലി കൂടുതലിനെ കുറിച്ചൊന്നും എന്നോട് സംസാരിക്കണ്ട. നിന്റെ കഠിനമായ ജോലിയെക്കുറിച്ചൊന്നും നീ എന്നോട് പുലമ്പണ്ട. ഐ ഹാവ് എ ഗുഡ് ഐഡിയ ഹൗ മച്ച് യു ഡു. നീ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഡോറിസ് പേഴ്സൺ, ഐ പുട്ട് ഇൻ ട്വൈസ് ദ അവേഴ്സ് യു ഡു ആൻഡ് ഗെറ്റ് നോ വേജസ് ഓർ താങ്ക്സ് ഫോർ ഇറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐ പുട്ട് ഇൻ മൈസെൽഫ് ട്വൈസ് ദ അവേഴ്സ്. ദാറ്റ് ഈസ് ഐ ഹാവ് മച്ച് മോർ വർക്ക് ദാൻ യു ഡു. നീ ചെയ്യുന്നതിൻ്റെ ഡബിള് ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഗെറ്റ് നോ വേജസ്, കൂലി കിട്ടുന്നില്ല. ഓർ താങ്ക്സ്, എന്തിന്? കൂലിയല്ല, നന്ദി വാക്ക് പോലുമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഡോറിസ് ഗോ വൈൽഡ് അല്ലേ? ഡോറിസ് ആകെപ്പാടെ ദേഷ്യം കൊണ്ട് അങ്ങനെ വിറയ്ക്കുകയാണ്. ഡോറിസ് വൈൽഡ്ലി ആംഗ്രിലി, വാട്ട്സ് ദ മാറ്റർ വിത്ത് യു? എന്താ അവിടെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? ഷീ റൺസ് ഔട്ട് ലെഫ്റ്റ്. അവളങ്ങനെ ചൂടായിക്കൊണ്ട് ഇടതു ഭാഗത്തു കൂടി പോകുന്നു. മിസ്സിസ് പേഴ്സൺ ചക്കിൾസ് ആൻഡ് ബിഗിൻസ് പുട്ടിങ് കാർഡ്സ് ടുഗദർ. മിസ്സിസ് പേഴ്സൺ ഈ സമയത്ത് ഇരുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ കാർഡുകളെല്ലാം ഒരുമിപ്പിച്ച് വയ്ക്കുന്നു. ഒരു നിമിഷത്തിന് ശേഷം, ആഫ്റ്റർ എ മൊമെന്റ്, സിറിൽ പേഴ്സൺ എൻഡേഴ്സ് ലെഫ്റ്റ്. മകൾ പോയ വഴിയിലൂടെ മകൻ കടന്ന് വരികയാണ്. ഹി ഈസ് ദ മസ്കുലിൻ കൗണ്ടർ പാർട്ട് ഓഫ് ഡോറിസ്. കൗണ്ടർ പാർട്ട് മീൻസ് കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആളില്ലേ ഡോറിസ്, അതിൻ്റെ ഒരു ആൺ കോപ്പിയാണ്. അവളൊരു ആണായാൽ എങ്ങനെയാണോ ആ ഒരു പ്രകൃതമാണ് നമ്മുടെ സിറിലിനും ഉള്ളത്. സിറിൽ ബ്രിസ്ക്ലി, ഹലോ മാം, ടീ റെഡി? മിസ്സിസ് പേഴ്സൺ, നോ. അങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ്, ചായ റെഡിയായോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ നിർത്തുന്നു. അപ്പോൾ സിറിലും അമ്മയും തമ്മിൽ അടി ഉണ്ടാവുമോ? Okay, let's see in the next class. This chapter is somewhat long, so we will have to use 3 or 4 classes to complete this chapter. Okay? Meet you soon with the rest part of the story. Until then, thank you.